ഫ്രാൻസിലെ പാരീസിൽ 1290 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ജൊനാദാസ് എന്ന യുവാവ് അവിശ്വാസിയായിരുന്നു. ദിവ്യകാരുണ്യത്തിലെ യേശു സാന്നിധ്യം ഒരു തട്ടിപ്പായിട്ടാണ് അയാൾ കരുതിയിരുന്നത്. അവസരം കിട്ടുമ്പോഴെല്ലാം ജൊനാദാസ് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് അവഹേളിച്ചു പറയുമായിരുന്നു. 1290 ഏപ്രിൽ 2 ഈസ്റ്റർ ഞായറിൽ അദ്ദേഹം തൻ്റെ ഇടവക പള്ളിയിൽ ദിവ്യബലിക്ക് പോയത് ഒരു തിരുവോസ്തി മോഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. വിശ്വാസികളോടൊപ്പം നിന്ന് ജൊനാദാസ് ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ആരും കാണാതെ ആ തിരുവോസ്തി വായിൽ നിന്നെടുത്ത് കയ്യിൽ പിടിച്ചു. തിരുവോസ്തിയുമായി വീട്ടിലെത്തിയ അയാൾ ഒരു കത്തിയെടുത്ത് ആ തിരുവോസ്തി കുത്തി തുളയ്ക്കാൻ തുടങ്ങി. ഉടൻ തന്നെ തിരുവോസ്തിയിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ഭയന്നു വിറച്ച അദ്ദേഹം ആ ദിവ്യകാരുണ്യവുമായി തൻ്റെ അടുക്കളയിലേക്ക് ഓടി. ആളിക്കത്തുന്ന തീയിലേക്ക് രക്തമൊലിക്കുന്ന ആ തിരുവോസ്തി അദ്ദേഹം വലിച്ചെറിഞ്ഞു. എന്നാൽ ആ തിരുവോസ്തി കത്തി നശിക്കാതെ തീയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്നതാണ് അയാൾ കണ്ടത്. തുടർന്ന് തിരുവോസ്തി തിളച്ച വെള്ളത്തിലിട്ടെങ്കിലും അത് വെള്ളത്തിൽ വീഴാതെ ഉയർന്നു പൊങ്ങുകയും കുരിശിൻ്റെ ആകൃതി സ്വീകരിക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു വിറച്ച ജൊനാദാസ് തൻ്റെ അയൽവാസിയും അതീവ ഭക്തയുമായ സ്ത്രീയുടെ വീട്ടിലെ ഒരു പാത്രത്തിൽ ആരും കാണാതെ ആ തിരുവോസ്തി ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. തൻ്റെ വീടിന് മുന്നിൽ പാത്രത്തിൽ രക്തമൊഴുകുന്ന ഒരു തിരുവോസ്തി കിടക്കുന്നതായി അടുത്ത ദിവസം രാവിലെ ആ സ്ത്രീ കണ്ടെത്തി. അവൾ ഉടൻ തന്നെ ഇടവക വികാരിയെ വിവരമറിയിച്ചു. അദ്ദേഹം സ്ഥലത്തെത്തി ആ തിരുവോസ്തി ഭക്ത്യാദരവോടെ കയ്യിലെടുത്തു. തത്സമയം ആ തിരുവോസ്തി സാധാരണ തിരുവോസ്തിയായി മാറി. ആ സ്ത്രീയുടെ പാത്രത്തിൽ തിരുവോസ്തി എങ്ങനെ വന്നുവെന്ന് ആർക്കും മനസ്സിലായില്ല. ഇടവക വികാരിയും ജനങ്ങളും ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പ്രദക്ഷിണമായി അത്ഭുത തിരുവോസ്തി ഇടവക ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ഒന്നും അറിയാത്തതുപോലെ ജൊനാദാസും അവരോടൊത്ത് ഉണ്ടായിരുന്നു. അധിക നാൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാനായില്ല. അദ്ദേഹം സംഭവിച്ചതെല്ലാം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പിന്നീട് ദിവ്യകാരുണ്യ ഭക്തിയുടെ വലിയ പ്രചാരകനായി മാറി. ജൊനാദാസിൻ്റെ വീട് ഒരു ദേവാലയമാക്കി മാറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം. അഗ്നിയും തിളച്ച വെള്ളവും പോലും ആരാധിച്ചു വണങ്ങിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, എല്ലാ പ്രകൃതി ശക്തികളും നിന്നെ ആരാധിച്ചു വണങ്ങട്ടെ. ഒപ്പം പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ മുഴങ്കാലുകളും അങ്ങേ തിരുമുമ്പിൽ മടങ്ങട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.